ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ, അത് മതി. അയ്യോ ഇതും കൊള്ളാം. പിന്നെന്താ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. നിങ്ങൾ അതോർത്ത് വെറിയിടാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഇത് മതിയേ. കൊള്ളാം. ആന്റി നീ നോക്കേ. ഇതെന്താ മണവാളനും മണവാട്ടിയും പോലെ? ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നന്ദനെ, ഹായ്. ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഒന്നുമില്ല ആന്റി. അല്ല, രണ്ടാളും കൂടി എങ്ങോട്ടാ യാത്ര? ക്ഷേത്രത്തിൽ പോവാ. ഓ അത് ശരി. എന്താ പതിവില്ലാതെ ക്ഷേത്രത്തിലൊക്കെ പുതിയ വിശേഷം വല്ലതുണ്ടോ? എന്നും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ ഇളയമ്മേ. നന്ദനെ, ഒരുപാട് പ്രാർത്ഥനകൾ ഉള്ളതല്ലേ. പൂജ കഴിയുമ്പോ അവിടെ എത്തണ്ടേ? എന്നാ വരിക, വാ പോവാ. പോട്ടെ. ഇതെന്താ ആന്റി? ആന്റിക്ക് എന്തെങ്കിലും മനസ്സിലായോ? വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടെന്നോ? എന്ത് മനസ്സിലാവുന്നുണ്ട് ആന്റി? എന്റെ ഊഹം ശരിയാവണമെങ്കിൽ നിനക്ക് തന്നെയാ പ്രശ്നം. ആന്റി എന്താ ആന്റി? എനിക്കെന്താ പ്രശ്നം? അരവിന്ദൻ നന്ദനയും തമ്മിലുള്ള ഈ സന്തോഷം കണ്ടാലറിയാം. അവര് തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി മാറിയിരിക്കുന്നു എന്നർത്ഥം. അവര് ജീവിതം തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. മൊത്തത്തിലൊരു തിരിച്ചടിയാണല്ലോ ആന്റി. നന്ദനയുടെ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ കല്യാണി ഒറ്റ ഒരുത്തിയ. നീ സൂക്ഷിച്ചോ. അഖില താരാട്ട് പാടി ഉറക്കുന്ന കുഞ്ഞ് ഇവരുടേതായ അത് നിനക്ക് തന്നെയാ തിരിച്ചടി. തൃച്ചംബരത്തെ അടുത്ത തലമുറയിലെ അനന്തരാവകാശിയെ കൊടുത്ത അവളോടായിരിക്കും അഖിലയ്ക്ക് പ്രിയം. പിന്നെ ഇപ്പോഴുള്ള മൂത്ത മരുമകൾ സ്നേഹമൊക്കെ പോവും. അത് പാടില്ല ആന്റി. സംഭവിച്ചാൽ എനിക്ക് മാത്രമല്ല നഷ്ടം. ആന്റിക്ക് അവകാശപ്പെട്ട സ്വത്തിന് ഒരവകാശി കൂടിയായെന്ന് ആന്റിയും കൂടി ഒന്ന് ഓർത്തോ. അയ്യോ, ഈ കണ്ട സന്തോഷത്തിന് അല്പായുസേയുള്ളൂ. ഉണ്ടാവൂ. അത് വിലാസിനിയുടെ വാക്ക. ആന്റി, അഖിലാന്റി വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം. ഓ, ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. അതൊന്ന് നോക്കാം. ദിവ്യ, എനിക്കൊരു ബ്ലാക്ക് കോഫി. ശരി മാഡം. എനിക്കൊരു ചായ. ശരി സർ. എനിക്കും ഒരു ചായ. ശരി. എനിക്ക് പോയോ? ആന്റി നോക്ക്. സർ. മാഡം.
സാറിന് ചായ എടുക്കട്ടെ? വേണം. ഓക്കെ സാർ. ഇവന്റെ ഈ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോ എന്തോ കാര്യമുണ്ടല്ലോ. അമ്മേ, എന്താ ആനന്ദ്? ഒരു കാര്യത്തിന് അമ്മ എനിക്കൊരു പെർമിഷൻ തരണം. ആ ഇവൻ എന്ത് കാര്യത്തിനാ ഇങ്ങനെ വന്ന് പെർമിഷൻ ചോദിക്കുന്നത്? ആ അടുക്കളക്കാരിയെ കല്യാണം കഴിക്കണമെന്നോ മറ്റോ ആണോ? അയ്യോ, ഇതിന് അമ്മയുടെ അനുവാദം എനിക്ക് കിട്ടിയേ പറ്റൂ. അമ്മ സമ്മതിക്കണം. ഇവൻ എന്തോ പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? ആനന്ദേ, നീ നല്ല കാര്യമേ ചെയ്യുന്നു. നിന്നെക്കാളേറെ നിന്റെ അമ്മയ്ക്കറിയാം. പിന്നെ ഇത്തരം ഒരു മുഖവരയുടെ ആവശ്യം എന്താ? നീ വിഷയം അമ്മയോട് തുറന്നു പറ. നീ ഒരു കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ ആനന്ദ്? ഇത് ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ. വേറൊന്നുമല്ലമ്മേ, അമ്മയ്ക്ക് സരോവർ പുരസ്കാരം കിട്ടി. ആ വലിയ പുരസ്കാരം കിട്ടിയതിൽ നമ്മളെ ആശംസിച്ചവരും അനുമോദിച്ചവരുമായിട്ട് അനവധി പേരുണ്ട്. ഏറെയും ബിസിനസ്സുകാരാ. അതിനൊരു നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ മര്യാദയാണ്. അവരെല്ലാം ക്ഷണിച്ചു വരുത്തി നമുക്കൊരു പാർട്ടി നടത്തണം. അയ്യോ, പാർട്ടിയൊന്നും വേണ്ട. ആനന്ദ് പറഞ്ഞത് ശരിയല്ലേ? ആശംസകൾ അർപ്പിച്ചവർക്ക് നമ്മളൊരു പാർട്ടി കൊടുക്കുന്നത് ഉചിതമാണ്. അതിലെന്താ കുഴപ്പം? എന്തോ എനിക്കതിൽ തീരെ താല്പര്യം തോന്നുന്നില്ല. അഖിലേ, അമ്മേ, ഇത് വ്യക്തിപരമായൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടേതുപോലെ റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയുടെ അമരക്കാരിയായ അമ്മയ്ക്ക് രാജു ഒരു പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ? ആ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? പാർട്ടി സമ്മതിക്കാക്കില്ല. അതൊരു നല്ല കാര്യമാണെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. സമ്മതിച്ചെന്ന് പറയാമേ. ഓക്കെ, സമ്മതിച്ചു. താങ്ക്സ് അമ്മേ. എന്നാൽ ഞാൻ പാർട്ടിക്കുള്ള മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. ചായ കുടിക്കേ കൃഷ്ണേട്ട. എന്താ ആന്റി, കുറെ നേരമായാലും ആലോചന. പാർട്ടിയിൽ വെച്ച് അഖിലാന്റിയെ ഇങ്ങനെ അപമാനിക്കണമെന്നുള്ള ആലോചനയിലാണോ? ഈ പാർട്ടി നടക്കരുത്. അഖിലാണ്ടേശ്വരി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടണം. അതിന് എന്ത് കുഴപ്പമുണ്ടാക്കണമെന്നാ എന്റെ ആലോചന. ഇങ്ങനൊരു പാർട്ടി നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് ആനന്ദ. അപ്പോ അതിന്റെ പിന്നിൽ അവന് എന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എനിക്ക് പിടിയിട്ടാത്ത. അമ്മയ്ക്ക് പുരസ്കാരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ മകനൊരു ആഘോഷം നടത്തുന്നു. അതിലെത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അഖിലാന്റിക്ക് വലിയ അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ആനന്ദേട്ടന് സന്തോഷം ഉണ്ടാവാതിരിക്കോ? അതിനാ പാർട്ടി വെച്ചേക്കുന്നത്. നിന്റെ സന്തോഷത്തിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. പാർട്ടിക്ക് വന്ന് മൂക്ക് മുട്ട തട്ടാനല്ലേ? ഓ, ഒന്ന് പൊക്കൂടെ? ഗംഗേ, ആനന്ദിന് ഈ ആഘോഷവും ആർഭാടവും ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാ. അങ്ങനെയുള്ളവൻ ഈ പാർട്ടി വെക്കണമെന്ന് നിർബന്ധം പിടിച്ച അതിന്റെ പിന്നിൽ തക്കതായ ഒരു കാരണവും കാണും. അത് ഉറപ്പാ.
അഖിലാണ്ടേശ്വരിക്ക് അവാർഡ് കിട്ടിയതിന്റെ പാർട്ടിയായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിലും ആനന്ദിന്റെ മട്ടും ഭാവവും കണ്ട അങ്ങനെയല്ല തോന്നുന്നത്. അതാണ് എനിക്ക് സംശയം. അപ്പോ ഇത് ഏതിന്റെ പാർട്ടിയാണെന്ന് ആന്റി പറയണേ? ആനന്ദിന്റെ ഏതോ രഹസ്യ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാ അവൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നത്. അജണ്ടയോ? ഇതിൽ ആ അടുക്കളക്കാരിക്കും വലിയ പങ്കുണ്ടാവും. എന്താ ആന്റി പറയുന്നേ? ആനന്ദ് എല്ലാ കാര്യങ്ങൾക്കും ഒരുതരം സർപ്രൈസ് കൊടുക്കുന്ന ആളാണല്ലോ. ഈ കാര്യത്തിലും അങ്ങനൊരു സർപ്രൈസ് കാണും. ആ അടുക്കളക്കാരിയെ എല്ലാവരുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ അവൻ എന്തെങ്കിലും തന്ത്രം പയറ്റാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ ആന്റി. കണ്ടുപിടിക്കണം. മാത്രമല്ല, ഈ പാർട്ടിയിൽ വെച്ച് ആ അടുക്കളക്കാരിക്ക് ഒരു സമ്മാനം കൊടുക്കണം. അവൾക്കൊരിക്കലും മറക്കാനാവാത്തൊരു സമ്മാനം. എന്താ വലിയ നീ പറയണേ? പാർട്ടി നമ്മുടെ റിസപ്ഷൻ ആണെന്നോ? അതേ കല്യാണി, അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് റിസപ്ഷൻ നടത്താൻ പറ്റിയിട്ടില്ല എന്ന് നിനക്കൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നടക്കാൻ പോകുന്ന അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഈ ഫംഗ്ഷൻ നമ്മുടെ റിസപ്ഷൻ കൂടി ആക്കാൻ പോകുന്നു. അഖില മേഡത്തിന് അവാർഡ് കിട്ടിയത് അനുമോദിക്കാനും ആശംസിക്കാനുമാണെന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ വലിയ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവാ. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷനും നമ്മുടെ കല്യാണ റിസപ്ഷനും ഒരേ നാളിലാണെന്ന് നീ അങ്ങ് കരുതിയാ മതി. ഇതിന്റെ എല്ലാ ഏർപ്പാടുകളും അരവിന്ദ് സുബ്രും കൂടിയാ ചെയ്യുന്നത്. വേണ്ട വലിയ എനിക്ക് പേടിയാവാ. ഒന്നും പേടിക്കണ്ട. അഭിനെ, റിസപ്ഷൻ ഉടുക്കാൻ ഞാനൊരു പുതിയ സാരി വാങ്ങിത്തരും. അതേ ഉടുക്കാവൂ. അയ്യോ, ഞാനില്ല. നേരത്തെ വാങ്ങിയ സാരിയുടെ പ്രശ്നങ്ങൾ തന്നെ ഇനിയും തീർന്നിട്ടില്ല. അന്ന് ഞാൻ തന്ന സാരിയുടെ കൂട്ടത്തിലുള്ളതാണെന്ന് വിചാരിച്ചോളും. അന്ന് അങ്ങനൊരു പ്രശ്നം മുൻകൂട്ടി കണ്ടതുകൊണ്ടാ എന്റെ സ്റ്റാറ്റസിനുള്ള സാരികൾ വാങ്ങിത്തരാത്തത്. എന്നാൽ ഇതങ്ങനെയല്ല, എന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച ഒന്നായിരിക്കും. പിന്നൊരു കാര്യം, ദാസേട്ടൻ ചോദിച്ചാ ഫംഗ്ഷൻ ഉടുക്കാനായിട്ട് അമ്മ തന്നാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എല്ലാം അങ്ങോട്ട് തരുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ആ, തൽക്കാലത്തേക്ക് ഇവിടെ ഒരു സമ്മാനം തന്നാലും മതി. ഓ, അതാണോ? വലിയ കണ്ണടക്കി. അയ്യടാ, എന്നിട്ട് ഇറങ്ങി ഓടാനല്ലേ? ഇല്ല, ഞാൻ ഓടില്ല, സത്യം. ഇനി എനിക്ക് ഓടാലോ അല്ലേ? ഫംഗ്ഷനിൽ ഞാൻ എടുക്കുന്ന ഈ സാരി കണ്ടിട്ട് അഖില വരെ ഞെട്ടണം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരാണ്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഹലോ, ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ക്ലിയർ ആകുന്നില്ല. റേഞ്ച് പോകുന്നതാ. ഹലോ ഹലോ, കേൾക്കാമോ? വ്യക്തമാകുന്നില്ല. ഞാനിപ്പോ കാറില, പുറത്തേക്ക് ഇറങ്ങാം. ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാത്തതാണോ അതോ കേട്ടിട്ടും കേൾക്കാത്ത മാതിരി അഭിനയിക്കുകയാണോ? ആരാ നീ? നിന്റെ മുൻപിൽ അഭിനയിക്കേണ്ട കാര്യം എനിക്കെന്താ? ഇങ്ങനെയങ്ങ് ദേഷ്യപ്പെട്ടാലോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നേ? നീ ആരാണെന്നറിയാതെ നിനക്ക് ഞാൻ ഫോൺ ചെയ്യുമോ ഗംഗേ? നിന്റെ പേര് ഞാൻ വിളിച്ചില്ലേ? ഒരു പ്രധാന കാര്യം നിന്നെ അറിയിക്കാനായി ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്.
നീ തൃച്ചംബരത്തിന്റെ ആജന്മ ശത്രുവായ നാഗമഠത്തെ ഗംഗ. എന്താ ശരിയല്ലേ? Who the hell are you? ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക, എന്നിട്ട് നീ ഞാനാരാണെന്ന് അന്വേഷിക്കും. നാഗമഠത്തെ പ്രിയങ്കയുടെ അനുജത്തി. തൽക്കാലം നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും. നീ പറഞ്ഞതിൽ എന്റെ പേര് മാത്രം ശരി, ബാക്കിയെല്ലാം കള്ളം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ഗംഗേ. നീ നാഗമഠത്തെ കുടുംബത്തിലെ അംഗമാണെന്നും പ്രിയങ്കയുടെ അനുജത്യമാണെന്നും തെളിയിക്കുന്ന എല്ലാ രേഖകളും എന്റെ കൈവശമുണ്ട്. ഇതൊക്കെ പറഞ്ഞെന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നവളല്ല. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുത്തി തന്നേക്കാം. നീ ഫംഗ്ഷനിൽ ഉടുക്കാൻ ഒരു സാരി വാങ്ങി കാറിന്റെ പിറകിലത്തെ സീറ്റിൽ വെച്ചിരുന്നില്ലേ? ഇപ്പോൾ അത് വെച്ച സ്ഥലത്ത് സുരക്ഷിതമായിട്ടുണ്ടോ എന്നും നോക്കിക്കേ. എന്താ ഗംഗേ, നീ വലിയ ആഗ്രഹത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന പട്ടുസാരി കത്തിക്കരിഞ്ഞു പോയല്ലേ? ഇപ്പോൾ മനസ്സിലായോ നിനക്ക് കാര്യങ്ങൾ ഏതു വഴിക്കാ പോകുന്നതെന്ന്? നീ ആരാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഞാൻ അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കട്ടെ? അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. അത് കൊടുക്കരുത്. ഞാൻ നിങ്ങൾ പറയുന്ന എത്ര രൂപ വേണമെങ്കിലും തരാം. എനിക്ക് പണമൊന്നും വേണ്ട. പിന്നെ എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം. അതുവരെ എന്റെ മൂന്നാം കണ്ണ് തുറന്ന് നിന്റെ നീക്കങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗുഡ് ബൈ. ഓ കാലക്കി ബ്രോ. ഏതായാലും അമ്മ ഫംഗ്ഷൻ നടത്താൻ അനുവദിച്ചല്ലോ. ഇനി നമ്മൾ അടിച്ചു പൊളിക്കണം. എന്താ സുബണ്ണ? അതെ, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അതാണ്. ഇത് അമ്മയ്ക്ക് അവാർഡ് കിട്ടിയതിന്റെ ഫംഗ്ഷൻ ആയിട്ടല്ല നമ്മൾ നടത്താൻ പോകുന്നത്. പിന്നെ എന്റെയും കല്യാണിയുടെയും മറ്റൊരു റിസപ്ഷൻ പാർട്ടിയാണ്. എന്താ ബ്രോ ഈ പറയുന്നൊക്കെ? ബ്രോയുടെയും കല്യാണി റിസപ്ഷൻ പാർട്ടി നടത്താനോ? അതെ, ഇത് അമ്മയ്ക്ക് അവാർഡ് കിട്ടിയതിന്റെ പാർട്ടി ആയിട്ടാണ് നടത്തുന്നതെങ്കിലും ഫലത്തിൽ ഞാനും കല്യാണിയും തമ്മിലുള്ള കല്യാണത്തിന്റെ റിസപ്ഷൻ പാർട്ടി ആയിരിക്കണം. ആനന്ദ്, ഫംഗ്ഷൻ ആന്റി വരില്ലായിരുന്നെങ്കിൽ നീ പറഞ്ഞത് ഓക്കെ. ഇത് ആന്റി വരുന്ന ഫംഗ്ഷൻ നിന്റെയും കല്യാണിയുടെ റിസപ്ഷൻ ഫംഗ്ഷൻ ആക്കണമെന്നൊക്കെ പറഞ്ഞാ അത് ഇമ്പോസിബിൾ. ചിന്തിക്കാൻ കൂടി പറ്റില്ല. സുബ്രു, പാർട്ടി ആരംഭിച്ച ഉടനെയൊന്നും അമ്മ വരാൻ പോകുന്നില്ല. അല്ല അത് ബ്രോ. ആ, അല്ലെങ്കിൽ അമ്മ വരുന്ന സമയം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോ അമ്മ വരുന്നവരെ ബ്രോയും കല്യാണി സ്റ്റേജിലിരിക്കും അല്ലേ? അതെ, നിങ്ങൾ വീഡിയോക്കാരോട് എന്നെയും കല്യാണിയും കവർ ചെയ്തെടുക്കാൻ പറയണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. പക്ഷേ ഇത് കുറച്ച് കടന്നു കൈയായി പോയില്ലേ എന്നൊരു സംശയം. ജീവിതത്തിൽ അല്പം ത്രില്ലൊന്നുമില്ലെങ്കിൽ എന്ത് ജീവിതം? ശരി, വരുന്നതൊക്കെ വരുന്ന വഴിക്ക് കാണാം. ഓ എന്റെ പൊന്നു ബ്രോ, കണ്ടില്ലേ? എന്റെ സുബണ്ണ, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ഏതായാലും നമ്മളിത് ചെയ്യുന്നു. ഓക്കേ.